ഹലോ മക്കളെ, +2 ഇംഗ്ലീഷ് ഓണം എക്സാമിന് എന്ത് വരും, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കുക എന്നല്ല കൃത്യമായിട്ടുള്ള വീഡിയോ ഇത് മൊത്തം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ ഉണ്ട്. ഒന്നും പഠിച്ചില്ലേ തന്നെ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കും ഇതാണ് വരിക അതാണ് വരികയെന്ന്. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇത് മൊത്തം കാണണം, കാരണം ഇത് മൊത്തം നിങ്ങളുടെ ഓണം എക്സാം ബേസ് ചെയ്തിട്ട്, ഫൈനൽ എക്സാമിന് ഓണം എക്സാമിന് വരുന്ന ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് കാര്യം നിങ്ങൾ പറയേണ്ടത്, നിങ്ങളിപ്പോൾ കമൻസിൽ നിങ്ങളൊരു ഗസ് ഇടണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എനിക്ക് നിങ്ങളുടെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, നിങ്ങളുടെ ചാപ്റ്റർ പ്ലസ് പോയംസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഓക്കെ, ചാപ്റ്റർ പ്ലസ് പോയം ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഡിസ്കോഴ്സ് ഉണ്ട്. ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ്, ഗ്രാമർ. ഓക്കെ, ഗ്രാമർ, ഈ 3 ഭാഗമാണ്. ഓക്കെ, 1, 2, 3. ഇതിൽ നിന്ന് നിങ്ങളുടെ എക്സാം 80 മാർക്കിൻ്റെ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്നാണ് വരുന്നത്? റൈറ്റിംഗ് നിന്നാണോ, ലെറ്റർ, ഡയറി, നോട്ടീസ് അങ്ങനെ സാധനമാണോ, അല്ലെങ്കിൽ ചാപ്റ്ററിൽ നിന്ന് നേരെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ഗ്രാമർ ആണോ, ഗ്രാമർ, എഡിറ്റിംഗ് ദ പാസേജ്, ആക്റ്റീവ് വോയിസ് അങ്ങനെ സാധനമാണോ? നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നത് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണ് നിങ്ങൾ പറയാം. പിന്നെ മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് മുമ്പ് റൈറ്റിംഗും ഡിസ്കോഴ്സും ഗ്രാമറും ചാപ്റ്ററും പോയും എല്ലാം ലൈവായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. 7 PM മാരത്തോൺസ് ഉണ്ടാവും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ 2023 ഓണം എക്സാം പേപ്പർ എടുത്തു, നമ്മുടെ ടേം 1 എക്സാം പേപ്പർ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ കമൻസിലിട്ടത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയാൽ മക്കളെ, ചാപ്റ്റർ ആൻഡ് പോയത്തിൽ നിന്ന് ഡയറക്റ്റ് 20 മാർക്കേ വരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്കറിയാം 80 മാർക്ക് പരീക്ഷയ്ക്ക് ഒരു 100 മാർക്കിന് ചോദ്യം വരും, കാരണം ഓപ്ഷൻസ് കുറേ ഉണ്ട്. ഓക്കെ, അതാണ് ഈ ബ്രാക്കറ്റിൽ ഇടുന്ന നമ്പർ കേട്ടോ. ഗ്രാമർ ഏകദേശം 8 മാർക്കാണ് ഡയറക്റ്റ് വരിക, ഗ്രാമർ. ഓക്കെ, കുറേ ടോപ്പിക്സ് ഉണ്ടാകും, നിങ്ങൾക്ക് കാണാൻ പറ്റുക 3 ഗ്രാമർ ക്വസ്റ്റൻ ആണ് ഒരു പേജിൽ വരിക, ഒരു എക്സാം പേപ്പറിൽ വരിക, 4 എണ്ണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. റൈറ്റിങ്ങിൽ 62 മാർക്ക് വരുന്നുണ്ട് മക്കളെ. ശരിക്കും പറഞ്ഞാൽ ഒരു 76 മാർക്ക് വരുന്നുണ്ട്, പക്ഷേ ഓപ്ഷൻ കാരണം നമുക്ക് എല്ലാം എഴുതാൻ പറ്റില്ലല്ലോ, കുറേ വിടണം. അപ്പോൾ 62 മാർക്ക് നമുക്ക് ഏകദേശം റൈറ്റിങ്ങിൽ നിന്ന് മാത്രം ചെയ്യാൻ പറ്റും. ഫോർമാറ്റ്സ്, ലെറ്റർ, പോയം കമ്പാരിസൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണ്? റൈറ്റിംഗ് കുറേ പഠിക്കണം. പക്ഷേ ഈ റൈറ്റിംഗ് സാറേ അങ്ങനെയാണെങ്കിൽ +2 ചാപ്റ്റർ ഒന്നും പഠിക്കാതെ, ഇതൊന്നും പഠിക്കാതെ എനിക്ക് പോയി റൈറ്റിംഗ് എഴുതാൻ പറ്റൂല. കുറേ റൈറ്റിംഗ് ചാപ്റ്റർ ബേസ്ഡ് ആണ്. ഓക്കെ, ചാപ്റ്ററിൽ നിന്നുള്ള ഇയാൾ അങ്ങോട്ട് എഴുതിയ ലെറ്റർ, നിങ്ങൾ ഈ കുട്ടിയാണെങ്കിൽ നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്പീച്ച് എഴുതുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ അറിഞ്ഞാലേ ഇത് കാര്യമുള്ളൂ. അപ്പോൾ ഇത് ചാപ്റ്റർ പ്ലസ് പോയും വെറും 20 മാർക്കല്ല, ഒരു 10-20 മാർക്ക് ഇവിടേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റൈറ്റിങ്ങിന് ഫോർമാറ്റ് വരണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറവുള്ളതാണ് ഗ്രാമർ. അപ്പം ആ ലോജിക്ക് മനസ്സിലാക്കാം. അപ്പോൾ മാർക്ക് എവിടെ നിന്നാണ് വേണ്ടത്? ഗ്രാമർ പഠിക്കാത്ത സാറേ എനിക്ക് ഇവിടുന്ന് എക്സ്ട്രാ മാർക്ക് കിട്ടുമോ? ഇല്ല. ഓക്കെ, അത് ഇവിടുന്ന് 62 മാർക്ക് മാക്സിമം മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് മൊത്തം കിട്ടിയാലും ശരിയാവില്ല, കാരണം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ റീഡിങ് കോംപ്രിഹെൻഷൻ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫ് തരും, അതിൽ നിന്ന് നിങ്ങളോട് പറയും ഹൂ ഇസ് ദാറ്റ്, ഹൂ ഇസ് ദിസ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ്, ബ്ലാ ബ്ലൂ ബ്ലൂ ബ്ലൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അറിയുന്നത് നോൺ പാരഗ്രാഫ്, നോൺ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, പിന്നെ നോൺ പോയം, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആകെ 2 പോയമുള്ള ആ 2 പോയെന്ന് ഏതെങ്കിലും കുറച്ച് ലൈൻസ് തരും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മീനിങ്, വാട്ട് ഇസ് ദാറ്റ് മീനിങ്, വാട്ട് ഇസ് ദിസ് മീനിങ്, ഹൂ ഇസ് ദാറ്റ്, വാട്ട് ഇസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ചിലപ്പോൾ പെർസോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ ചോദിക്കും. അതിനോട് കൂടെ ഒരു ഗ്രാമർ, കഴിഞ്ഞ പേപ്പറിൽ അഡ്ജക്റ്റീവ് ക്ലോസും ചോദിച്ചു, ആക്റ്റീവ് പാസീവ്, ഒരു ആക്റ്റീവ് മാറ്റിയിട്ട് പാസീവ് ആക്കാൻ പറഞ്ഞു. ഇത് 4ാമത്തെ ചോദ്യമായിട്ട്. അപ്പം ഒരു പോയമും നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ്. 2 പോയമേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ചാപ്റ്റർ ഒന്ന് വെറുതെ വായിച്ചു പോകണം, പെട്ടെന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചു പോകണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഗ്രാമറിലെ ക്വസ്റ്റ്യൻ ആണ് 9, 10. ഓക്കെ, 9, 10 ഗ്രാമറാണ്. അപ്പോൾ അത് എത്ര മാർക്കിൻ്റെ മക്കളെ? ഇവിടെ നോക്കിയാൽ 3 ചോദ്യം ആൻസർ ചെയ്താൽ 4-ൽ 3 out of 4 ഒരെണ്ണം ഓപ്ഷനാണ്. അപ്പോൾ 6 മാർക്ക് മാക്സിമം മേടിക്കാം, 8 ഓപ്ഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട്, അപ്പം 6 മാർക്ക് മേടിക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ 2 മാർക്കാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഒരു കോൺവെർസേഷൻ നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കണം. നിങ്ങൾ +1 10 പഠിച്ചിട്ടുണ്ട്, അതിന് സ്പെഷ്യൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പം അത് പോയി കാണാം. ഓക്കെ, +1 10 സെയിം സിലബസ് തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വരും. ഹി ഡാഷ് ബൈസിക്കിൾ, ഹി ഡാഷ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതും വരും 2 മാർക്കിന്. ഇനി വരുന്നത് ചാപ്റ്റർ ബേസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ ബേസ് 11, 12 വരുന്നുണ്ട്. അതുപോലെ കൂടാതെ 13ാമത്തെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ ബേസ്ഡ് കേട്ടോ. മാർക്ക് വ്യത്യാസമുണ്ട്, ഇവിടെ 2 മാർക്ക്, ഇവിടെ 4 മാർക്കിലേക്ക് വരും കേട്ടോ. ചാപ്റ്റർ ബേസ്ഡിൽ നോക്കിയാൽ ഒരു പോയിസൺ നൈഫിനെ പറ്റി ഒരു ലൈൻ തരും. എന്താണ് ഈ പോയിസൺ നൈഫിനെ ഉദ്ദേശിക്കുന്നത് പറയും. 2 മാർക്ക് ചോദ്യം. സജസ്റ്റ് 2 ways to improve വിമൺ ഇൻ വർക്ക് സ്പേസിൽ എന്താണ് എഫേർട്ട് ഒക്കെ. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് യൂണിറ്റ് മൊത്തം നിങ്ങൾക്ക് വിമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് സ്ത്രീകൾക്ക് വർക്ക് സ്പേസിൽ ഇങ്ങനെയാണ് ബെറ്റർ നിങ്ങളൊരു എൻവയറമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസറാണ്. 4 മാർക്കിന് വന്നു കേട്ടോ. 4 മാർക്കിന് വന്നു, അല്ല ആക്ച്വലി 2 മാർക്കിന് വന്നാൽ നിങ്ങൾ 2 രീതി എഴുതിയാലോ. നമുക്ക് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്പെഷ്യലായിട്ടുള്ള നമ്മൾ അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക, പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് കൂട്ടുക, എക്സ്ട്രാ വാഷ്റൂംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് മാർക്ക് കിട്ടും. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ഒരു കറക്റ്റ് ആൻസർ ഒന്നുമില്ല, നിങ്ങൾ വൃത്തിയിൽ എഴുതി വെച്ചാൽ മതി.
ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ചാപ്റ്റർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫ്രം മാച്ച് ബോക്സ് ഒരു ലൈൻ തരും, ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അയാൾ എന്ത് ചിന്തിച്ചു ഇയാൾ എന്ത് ചിന്തിച്ചു, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി വരുന്നത് ഗ്രാമറിൻ്റെ ഇവിടെ നോക്കിയാൽ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ നോക്കിയാൽ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ 20 മാർക്ക് കിട്ടും. സോ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എഡിറ്റ് ദി എറർ. അപ്പോൾ ഒരു പാരഗ്രാഫ് തരും, അത് 4 എറർ കറക്റ്റ് ചെയ്യാനുണ്ട്, 4 കറക്റ്റ് ചെയ്യാം. ഓക്കെ, അത് എന്ത് വേണേ ആവാം, ഫ്രേസൽ വെർബ്സ് ആവാം, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് ആവാം, അഡ്ജക്റ്റീവ് ആവാം, പ്രപ്പോസിഷൻ ആവാം, സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ആവാം, എന്ത് വേണേ ആവാം, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഗ്രാമറിന് 8 മാർക്ക് കഴിഞ്ഞു. ഇനി മക്കളെ ഒരു ചാപ്റ്റർ ബേസ് ക്വസ്റ്റ്യൻ ഉണ്ട് 4 മാർക്കിൻ്റെ, എലാബറേറ്റ് ദ ലൈൻസ്. മക്കൾ ഇവിടെ ഒരു പോയം ചോദിക്കും, ഇവിടെ വേറെ പോയം ചോദിക്കും. അപ്പോൾ 2 പോയം വന്നാൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അവിടെ മാർക്ക് കിട്ടി, 8 മാർക്ക് അവിടെ ഇവിടെ കിട്ടി. ഓക്കെ, ഇനി റൈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ അവസാനം നമുക്ക് മക്കളെ ശ്രദ്ധിക്കേണ്ടത് 5 മാർക്കിൻ്റെ റൈറ്റിംഗ് ഉണ്ട്, 5 മാർക്കിൻ്റെ റൈറ്റിംഗ് ഉണ്ട്, സോറി ഇവിടെ 4 മാർക്കിൻ്റെ റൈറ്റിംഗ് ഉണ്ട്, ഇവിടെ 6 മാർക്കിൻ്റെ റൈറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ അവസാനം 8 മാർക്കിൻ്റെ റൈറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ മാർക്ക് കൂടി വരും, അവസാനത്തിൽ ഭയങ്കര മാർക്ക്. അപ്പം കഴിഞ്ഞ വർഷം റൈറ്റിങ്ങിൽ എന്തൊക്കെയാണ് ചോദിച്ചത്, ഇത് 4 മാർക്കിൻ്റെ റൈറ്റിംഗ്സ് കേട്ടോ. ഇമെയിൽ, ഇൻഫോർമൽ ലെറ്റർ, ബ്ലർബ് എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ ബാക്കിലുള്ള സമറി പോലെ സാധനം, സ്പീച്ച്, പിന്നെ സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് എന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പം ഇതൊക്കെ 4 മാർക്കിന് വന്നത്, ഇതൊക്കെ 6 മാർക്കിന് വന്നത്. ഇൻ്റർവ്യൂ, നിങ്ങളൊരു വലിയ ഫേമസ് ആളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോട് ഇൻ്റർവ്യൂവിൽ എന്ത് ചോദിക്കും, അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ അറിയണം, അല്ല അയാളെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച്, ഇപ്പോൾ ചാപ്റ്ററിലെ ഒരാളുടെ പറ്റി സ്വഭാവവും രീതികളും കാണാനും എല്ലാം കൂടി ക്യാരക്ടർ സ്കെച്ച് എഴുതുക. സ്ക്രിപ്റ്റ് ഫോർ പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ബേസിക്കലി സ്പീച്ച് പോലെ പക്ഷേ ഒരു വേറെ രീതിയുണ്ട്. ന്യൂസ് റിപ്പോർട്ട്, പാരഗ്രാഫ്, ഇതൊക്കെ 6 മാർക്കിന് വന്നതാണ്. എല്ലാം എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ 5 എണ്ണം ആൻസർ ചെയ്താൽ മതി, ഒരെണ്ണം വിടാൻ പറ്റും. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, 3 എണ്ണത്തിൽ, പക്ഷേ ആ 2 ക്വസ്റ്റ്യൻ 8 മാർക്കാണ്, 8 മാർക്ക്. അപ്പം ഒന്നെങ്കിൽ സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാം, ആർട്ടിക്കിൾ എഴുതാം, പോയം കമ്പാരിസൺ ഉറപ്പായിട്ടും വരും, ഉറപ്പിച്ച മക്കളെ പോയം കമ്പാരിസൺ വരും, പിന്നെ ആർട്ടിക്കിളും. ഓക്കെ, അപ്പോൾ 8 മാർക്കിന് അത് രണ്ടും പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്, അത്രയും എഴുതണം, 8 മാർക്ക്. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പേപ്പർ. കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട റൈറ്റിംഗ് ആണ്, പക്ഷേ ആ റൈറ്റിംഗ് അറിയണമെങ്കിൽ കുറച്ച് ചാപ്റ്ററും പോയം വരണം. ഇനി മക്കൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഫസ്റ്റ് 2 യൂണിറ്റാണ് വരുന്നത് എക്സാമിന്. ഓണം എക്സാമിന് ഫസ്റ്റ് 2 യൂണിറ്റാണ് ഞങ്ങൾ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതേപോലെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് അവർ ഓഫ് ട്രൂത്ത് വരെയുണ്ട്, ഇൻക്ലൂഡിങ് ദാറ്റ്. അപ്പം അതും പഠിപ്പിച്ചു തരും. ഓക്കെ, ചാപ്റ്ററൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് വേഗം വായിക്കുക. ഓക്കെ, വേഗം ചാപ്റ്ററൊക്കെ ഒന്ന് വായിക്കുക, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക. പോയം, ഈ 2 പോയം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ ലൈൻ ബൈ ലൈൻ പഠിക്കണം, കാരണം ലൈൻ വെച്ചിട്ടാണ് ചോദ്യം വരിക. ഫിഗർ ഓഫ് സ്പീച്ച് പഠിക്കണം, അതേപോലത്തെ വേറെ പോയം തന്നെ എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യേണ്ടതെന്ന് പഠിക്കണം. ഒന്നും പേടിക്കേണ്ട, എല്ലാം നമ്മൾ പഠിപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് 2 ഇതാ വരുന്നത്. ഇനി ഡിസ്കോഴ്സ് ഗ്രാമറിലേക്ക് വരുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് കാണാൻ പറ്റും, ഇത് കണ്ടിട്ട് പേടിക്കുകയോ വേണ്ട. ഓക്കെ, സോ ഇതിൽ കുറേ സാധനം നിങ്ങൾ +1 SLCയിലൊക്കെ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ ഇമെയിൽ, ലെറ്റർ, ഫോർമൽ, ജോബ് ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ, ന്യൂസ് റിപ്പോർട്ട് പഠിച്ചിട്ടുണ്ട്, സ്പീച്ച് പഠിച്ചിട്ടുണ്ട്, ഡിബേറ്റ് പഠിച്ചിട്ടുണ്ട്, ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടുണ്ട്, റൈറ്റപ്പ്, പ്രൊഫൈൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്, നരേഷനും പഠിച്ചിട്ടുണ്ട്, പോയം അപ്രീസിയേഷൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് +2 വരുന്നത് കൂടുതലായിട്ട് എന്താണ്, ബ്ലർബ് റൈറ്റിംഗ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരുന്നത് ബ്ലോഗിങ് വളരെ സിമ്പിൾ, ഈ പാരഗ്രാഫ് എഴുതുന്നത് തന്നെയാണ് ബ്ലോഗിങ് ഒക്കെ. ഓക്കെ, കമ്പാരിസൺ, പോയം കമ്പാരിസൺ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കി എഡിറ്റിംഗ്, സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ പഠിക്കേണ്ടി വരും. നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് ഒക്കെ അലക്സ് സാർ കുറേ കാലമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഫ്രേസൽ വെർബും റിപ്പോർട്ടർ സ്പീച്ച് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആക്റ്റീവ് പാസേജ് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പം പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടാവില്ല, കാരണം 10 അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. ഇഫ് ക്ലോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രിപ്പോസിഷൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, കോഹേസീവ് ഡിവൈസ് ഇതൊക്കെയാണ് പുതിയത്. പ്രപ്പോസിഷൻസ്, ഇഫ് ക്ലോസ് നിങ്ങൾക്കറിയാം, കോഹേസീവ്, ഓക്സിലറി, ഇഡിയംസ്, ഇതൊന്നും ഓർത്തിട്ട് പേടിക്കേണ്ട, എല്ലാം ഒന്നും ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടു ഈ ഗ്രാമറിന് ഇത്രയും സാധനം പഠിച്ചാൽ 8 മാർക്കിനെ ചോദ്യം വരുള്ളൂ, 8 മാർക്കിനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, 8 മാർക്കിനുള്ള കാര്യം പഠിക്കാം, പക്ഷേ ഇത് ഓവർ സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇതാണ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. ഇതിൽ 3/4 കാര്യം അറിയാം, പുതിയത് ഇത് ഉറപ്പായിട്ട് വരുന്ന കാര്യം, അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കുക. അതൊക്കെ പഠിപ്പിച്ച് തരും, അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും, ലൈവായിട്ട് എടുക്കുന്നതായിരിക്കും, അപ്പോൾ അതിന് വരാൻ മറക്കരുത്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു +2 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് വേണം ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം ലെറ്റർ റൈറ്റിംഗ്, ഫോർമൽ കാര്യങ്ങളൊക്കെ വേഗം പഠിക്കാം, ഞങ്ങളുടെ തന്നെ ക്ലാസ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, പ്ലേലിസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്ലേലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിന് കമൻറ്റ് ചെയ്യുക, അപ്പോഴേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുള്ളൂ. അപ്പം ഓണം എക്സാമിന് എന്തൊക്കെ വരും, റൈറ്റിംഗ്, അതാണ് ഡിസ്കോഴ്സസ്, ഗ്രാമർ, ഇത് കഴിഞ്ഞു എല്ലാം കിട്ടി, മനസ്സിലായി, പഠിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണ് നിങ്ങൾക്ക് വരുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് റൈറ്റിംഗ് ആണ്. എല്ലാം നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാപ്റ്റർ മുതൽ റൈറ്റിങ്ങും ഗ്രാമറും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരും, ഈവൻ ടൈം മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു തരും. ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ തന്നെ എന്ത് പഠിക്കണമെന്ന് മനസ്സിലാവും. അല്ലാണ്ട് വെറുതെ കുറേ നേരം ചാപ്റ്റർ വായിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് മനസ്സിലായാലും നിങ്ങൾ എക്സാം ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ റെഡി ആവുള്ളൂ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം മക്കളെ, ലൈവ് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, മാക്സിമം റീച്ച് എത്തിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് കാണാം.